ഡെലിവറിയുടെ ദിവസം രാവിലെ ആണല്ലോ, ദേവസേനനെ കാണാനില്ലല്ലോ. ആഹാ, അങ്ങ് അകലെ സാറ് ഫോണിലാണെന്നാണ്. എൻ്റെ ഇതാണ് നമ്മൾ ലോഡ് ഇറക്കാൻ വന്ന വെയർ ഹൗസ്. നമ്മുടെ വണ്ടി ബാക്കപ്പ് ഇട്ട് കിടക്കുവാണ്. ഇതിൻ്റെ സറൗണ്ടിങ് ഉണ്ടോ, മൊത്തത്തിൽ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഡെയ്റ്റൺ എന്ന് പറയുന്ന സ്ഥലം ഇത് തന്നെ, വാടയിലെ. ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വണ്ടി മാറ്റിയിട്ടു. സമയത്ത് വന്നായിരുന്നോ? പിന്നെ സമയത്തൊക്കെ നേരത്തെ വന്നു. നേരത്തെ വന്നു കഴിഞ്ഞപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ വേറെ വണ്ടിയൊന്നുമില്ലായിരുന്നു, അവിടെ ഇട്ടു. സൈഡിലിട്ടപ്പം ഉമ്മാർ ജോലിക്കാർ വന്നപ്പം അതിലൊരുത്തും പറഞ്ഞു അവിടെ 4 ഡോക്കിൽ ഇതുപോലെ കണ്ടെയ്നർ ഇട്ടേക്ക് വരുന്നത്. അവസാനത്തെ ഒരു ഡോക്കിലുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഇട്ടോ. പക്ഷേ ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഇത് എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. അവനന്നെ പേപ്പർ മേടിച്ചോണ്ട് പോയായിരുന്നു. വലിയ കുഴപ്പമില്ല. അത് കറക്റ്റ് ആ ലാസ്റ്റത്തെ എന്നാ വെച്ചാൽ 2 ഈ മറ്റേ കൂട്ടേതാ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി 2 വലിയ കുറ്റി പോലത്തെ ഒരു റെഡ് ഉണ്ട്. അതാ കറക്റ്റ് മൂല, ആ കറക്റ്റ് ഈ സൈഡ് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിലായിട്ട് തന്നെയാണ് സാധനം വരുന്നത്. അത് മാത്രമേ ഉള്ളൂ, അത് അത്രയും വരുന്നില്ല, നോക്കിയെടുത്താൽ. അല്ല, ഫ്രണ്ടിൽ ഇതില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ടിൽ ട്രക്കില്ലായിരുന്നു, ട്രെയിലർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട് പമ്പിൽ. അത് കഴിഞ്ഞാണ് ഡാൻഡി വിളിച്ചത്. അവർ പിക്കപ്പ്, അവര് റെനോയിൽ കിടന്നാ. അവർ ശനിയാഴ്ച ഇറങ്ങിയതാ. അപ്പോൾ ഒരു ദിവസം. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ട്രക്ക് സ്റ്റോപ്പിലേക്ക് പോകാൻ പറഞ്ഞല്ലേ? അതെ. നമ്മളിപ്പോൾ ഉള്ളത് നെവാഡയിലെ ഡെയ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഫേൺലിയിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന്. 65 കിലോമീറ്ററാണ് ഫേൺലിയിലെ ലൗസിലേക്ക്. ലൗസിലാകുമ്പോൾ നമുക്ക് ഷവറും കാപ്പിയൊക്കെ എടുക്കാമല്ലോ. അതെടുക്കാം. 25 ഡിഗ്രി ഉണ്ട്. 25 ഡിഗ്രി ഉണ്ടല്ലേ? നല്ല കാറ്റുണ്ട് പുറത്തല്ലേ? രാവിലെ വന്നപ്പം കുറവായിരുന്നു, വെയിൽ വന്നപ്പോൾ തന്നെ ഇവിടെ കുതിരകളൊക്കെ ഉണ്ട്. അതൊരു ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്, കുതിര വട്ടം ചാടും. At the end of the street, turn left. Turn left on Dayton Valley Road. ഒരു ദിവസം ഞാൻ വന്നപ്പോഴേ ഡെലിവറി ചെയ്യുമ്പോൾ രാവിലെ വണ്ടി ഓടിക്കുക. അപ്പോൾ നല്ല ഇരുട്ടാ വെളുപ്പിനെ. ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് റോഡിന്റെ നടുക്ക് കുറെ പശുക്കൾ നിൽക്കണ പോലെ കുറെ കുതിരകൾ, വൈൽഡ് മസ്താങ് ഉണ്ടല്ലോ. ഇവിടെ അവിടെ ആ റോഡിന് ഇതൊന്നും ഇല്ലല്ലോ. ഇതുപോലെ ഈ കാട്ടുകുതിരകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പണ്ട് നമ്മൾ മറ്റേ ടെസ്ലയുടെ അവിടെ പോകുമ്പോ ആ മുകളിലോട്ട് കയറുമ്പോ അതെ അതെ ആ പറമ്പിലൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഞങ്ങളെ ഓടിച്ചാ, ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നാ. നടന്നോ? അടുത്തേക്ക് അതിന്റെ താഴെ അവിടെ പാർക്ക് ചെയ്ത് എന്തോ ട്രെയിലർ അവിടെ നിന്ന് എടുക്കാനാണ്ട്. അപ്പൊ അവിടെ നിർത്തി കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ 2-3 എണ്ണം നിക്കുക. ഒരു ഫോട്ടോ എടുത്താലോ? നിങ്ങൾ ഒരുമാതിരി നമ്മുടെ മനസ്സിലെ കുതിരകൾ എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവങ്ങളാണല്ലോ. അല്ല, അങ്ങനെ വൈൽഡാ, പക്ഷെ അന്നേരം ഒരു കണ്ടപ്പോ തന്നെ നല്ല രസമാണ് അല്ലേ? അതിനകത്ത് കുറെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ എനിക്ക് വന്നത് നമ്മൾ സൗത്ത് കരോളിനായോ നോർത്ത് കരോളിന അവിടെ അങ്ങോട്ട് ഒരു ഉള്ളിൽ ഒരു ഇതുപോലെ ഇതിലും ചെറിയൊരു ടൗൺ, തീരെ ചെറുതാണ്. അതീ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ വഴിയേ ഉള്ളൂ. വേറൊരു ട്രക്ക് കുറവാ, പക്ഷെ വന്നാൽ തന്നെ നമ്മൾ നിർത്തി നമ്മൾ നാട്ടിൽ കൂടെ പോകുന്ന പോലെ സൈഡൊക്കെ കൊടുത്തു വേണം പോകാൻ. അപ്പോൾ അത് മുഴുവൻ കൃഷി സ്ഥലമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത്രയും പേരിന്റെ അടുത്തായിട്ട് പശുക്കൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു അടുത്ത് അവിടെ ഇങ്ങനെ സൈഡിലൊന്ന് കുറച്ച് നിർത്തി മയാന്നൊക്കെ വെച്ച് ഒരു കൂട്ടം ഇങ്ങോട്ട് ഓടി വന്നു.
എല്ലാം തിന്നാൻ തരാനോ തീറ്റയൊക്കെ ആയിരിക്കും. അത് അച്ഛടെ ഇണക്കമുള്ളതാണല്ലോ, അതായത് ഈ വളർത്തുന്നതാണല്ലോ. അതെ അതെ അതെ, അഴിഞ്ഞ കിടക്കുന്നേ. അപ്പൊ അത് നമ്മൾ അടുത്തോട്ട് വരുമ്പോ നല്ല വലിപ്പല്ലേ. പിന്നെ Turn right at the traffic light. അപ്പം ഞങ്ങൾ എന്തായാലും ഡേറ്റണിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നത് എൻ്റെ ഫേൺലിയിൽ കിടക്കുവാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. വീർഭാഗ്യം ഉണ്ടായിരിക്കുമോ? അതേ ഉള്ളൂ ഏക പ്രതീക്ഷ. അതെ അതെ ചൂടത്ത്, മറ്റേതാണ് തണുപ്പത്ത് വേണം. അതെ, ചൂടത്തൊരു തണുത്ത ബീറ. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ട്യൂസ്ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവധിയൊക്കെ കഴിഞ്ഞ് വെയർ ഹൗസുകളെല്ലാം തുറന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം മിക്കവാറും നമ്മുടെ കാത്തിരിപ്പ് നീളാനാണ് സാധ്യത. അപ്പം എന്തായാലും പോയി ഒരു ഷവറൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. Customer 63. Your shower is ready. Please proceed to shower 7. Customer 64. Your shower. നമ്മളപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വേണ്ട ഒരു കോൺ ഡോഗ് മേടിച്ചു. നമ്മുടെ ഹോട്ട് ഡോഗ് ഇല്ലേ, ഹോട്ട് ഡോഗ് ഇതുപോലെ കോണിൻ്റെ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് വറുത്തെടുത്ത പോലത്തെ ഒരു സെറ്റപ്പ്, നമ്മുടെ ബജി പോലത്തെ ഒരു സെറ്റപ്പാണിത്. എന്തായാലും ചുമ്മാ ഇരിക്കാം, ദേവസ്വത്തിന് കൊടുക്കാം. ആ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അവിടെ ഇത്ര നാളുണ്ടായിട്ടും. ഞാൻ മറ്റേ ആ റോള് പോലെ ഇരിക്കുന്ന സംഭവമില്ലേ, അതും മറ്റേ റബ്ബർ പോലെ ഇരിക്കുന്ന ഹോട്ട് ഡോഗും അതെടുത്തുള്ളൂ. ഇത് ഞാൻ എടുത്തിട്ടില്ല. ഇത് നല്ല രുചിയാ, നമ്മളെ ബജിയൊക്കെ പോലെ, മുളകാ ബജിയൊക്കെ പോലെ. ഇതിന്റെ അകത്ത് മറ്റേ ഹോട്ട് ഡോഗ് ഒഴിച്ചു. ഹോട്ട് ഡോഗ് ഇതുപോലെ കോണിന്റെ ബാറ്ററിന്റെ അകത്ത് മുക്കി വറുത്തെടുക്കുന്നു. നല്ല എണ്ണമയം ഉണ്ടാവും, അപ്പൊ ഒത്തിരി കഴിക്കാൻ കൊള്ളില്ല. പക്ഷെ വല്ലപ്പോഴും കഴിക്കാൻ ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട് രസാ. ശരീരം പ്രതിരോധിക്കുന്നുണ്ടെന്ന് അറിയാലോ. കാരണം നിങ്ങൾ ഇതിന്റെ ഇൻസൈഡ് നോക്കിക്കേ, അകത്തൊരു ഹോട്ട് ഡോഗ്, ചുറ്റും നല്ല കോൺ ബാറ്ററിന്റെ അകത്ത് മുക്കി പൊരിച്ചെടുത്തേക്കുന്ന ഒരു സാധനം. ഓ, ഇതിന് കോൺ ഡോഗ്സ് എന്നാണ് പറയുന്നത്, പേര് പറഞ്ഞേക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന് ഹോട്ട് ഡോഗ് എന്നല്ല പറയുന്നത്, ഇത് കോൺ ഡോഗ്. അന്നേരം ആകുമ്പോൾ ഒരു ചായയുടെ കൂടെയൊക്കെ. ഇവിടെ നമുക്ക് പഴംപൊരി ഒന്നും കിട്ടൂല്ലോ. ആദ്യം ഞാൻ ഓർത്ത് 2 മുട്ടയും കുറച്ച് ചിപ്സൊക്കെ മേടിക്കാന്ന്. ഞാൻ വൈകുന്നേരം വല്ല ബിയർ അടിക്കണം, അതിൻ്റെ കൂടെ മേടിക്കാന്ന് ഓർത്ത്. മുട്ടയോ ഉണ്ടോ? അത് നമുക്ക് യാത്രക്കുള്ള മുട്ട. പണ്ട് ഞാൻ മറ്റേ അല്ലാതെ വരുമ്പോൾ മുട്ട മൊത്തമായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഓംലേറ്റ് അടിക്കുമായിരുന്നു. കാരണം അത് ഇതായിട്ടാണ് കൊണ്ടിരുന്നത്, നമ്മൾ പുഴുങ്ങിയല്ല കൊണ്ടിരുന്നത്. അതേ ഇവിടെ കവറോടെ കൊണ്ടിരുന്നു. ഏതോ ഒരു ട്രക്കല്ല എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടതൊക്കെ അടിയിലങ്ങനെ ഇരിക്കുന്നുണ്ട്. കോഴിക്കുഞ്ഞായോന്ന് പറഞ്ഞു അതിൻ്റെ അടി തുറക്കിയല്ലോ ഒരുമായപ്പെട്ട ഏറ്റവും അടിയിട്ട് അവിടുത്തെ. ഇത്തിരി സോൾട്ടി ആണോ അല്ലേ? കാരണം ഇവർക്ക് ഈ ഉപ്പ് ഇറക്കുമ്പോൾ തന്നെ എനിക്ക് ഇവരെന്തായാലും കെച്ചപ്പിലോ ബാർബിക്യൂ സോസിലോ ഒക്കെ മുക്കിയ കഴിക്കാറ്. വേറെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ വീരടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അതെ, ചിലപ്പോൾ അത് നോക്കിയാൽ അറിയാം. ഞാൻ ഇത് കണ്ടപ്പോൾ പറയാം,
നമ്മുടെ നാട്ടിലെ മറ്റേ ഏത്തക്കാപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കോലെ കുത്തി പിടിച്ച് കഴിക്കാൻ രസമുണ്ടായോ? അതാ സമയം രാത്രി 10:30 കഴിഞ്ഞു കേട്ടോ. ഇവിടെ 3 മണിക്കൂർ പുറകില്ല. ദേശാച്ചൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. എന്നാലും ഒരു ബിയർ അടിക്കാതെ എന്താ ഒരു ടൈം പാസ് ഉള്ളത്. ഇപ്പം നാളെ എപ്പോൾ ലോഡ് കിട്ടാൻ. കാരണം ഞാൻ പോയി 2 ബഡ്വൈസർ മേടിച്ചു. ഉറക്കത്തിൽ നിന്ന് പിള്ളേരെ വിളിച്ച് പാല് കൊടുക്കണ പോലെ ഇവിടെ സാറിനെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. പകല് 10-30 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നെങ്കിലേ രാത്രി തണുപ്പല്ലേ? വണ്ടിക്കകത്ത് തണുപ്പ് കൂടുതലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അത്ര തണുപ്പ് വന്നില്ല. അതായത് ഞാൻ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നപ്പം ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇതിനകത്തൊക്കെ തണുപ്പ്, നമ്മൾ ഇച്ചിരി താത്താണല്ലോ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അടുത്ത് പുറത്ത് നല്ല തണുപ്പായിരിക്കും. പുറത്ത് അത്രയും തണുപ്പില്ല. വണ്ടി അങ്ങോട്ട് തണുത്തു. റെനോയ്ക്ക് വന്നിട്ട് ഈ പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണെങ്കിൽ റെനോ സെറ്റാ. അതെ. അപ്പൊ നമുക്ക് ഒരു ദിവസം ലാഭം വരും, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം എക്സ്ട്രാ കിട്ടും. അപ്പൊ നമ്മൾ കയറി എടുക്കാം. അതെ. ഈ കാലിഫോർണിയയിലൊക്കെ പിക്ക് ആൻഡ് ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഈ സമയം ചുമ്മാ നമ്മൾ കളയല്ലേ. അതെ. ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റാ. കാരണം നമ്മൾ ഓൾമോസ്റ്റ് അതിന്റെ ഏർലി മോർണിംഗിൽ തന്നെ ഡെലിവറി നടത്തും. നമ്മൾ പിന്നെ ഉള്ള പിക്കപ്പ് എന്ന് പറയുന്നത് നോർമലി ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെച്ചപ്പെട്ട ദിവസമല്ല. ഇതിപ്പോ ഒരു ദിവസം ലേബർ കിടക്കുകയും ചെയ്തു. ഇവിടം വരെ ട്രിപ്പും ഷോർട്ടായി. ഇനി അടുത്ത ആഴ്ച ഒരു അവധി കുറച്ചു. രാവിലെ ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ എന്താ ആശ്വാസം. അത് ഈ ബീർ കുടിച്ചിട്ട് വരുന്നാലേ അല്ല നമ്മളെ തട്ടിപ്പോയതൊക്കെ ഇന്നലെ ഒറ്റയടിക്കല്ലേ. ഒറ്റയടിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളവിടെ ലേബർ കിടക്കുന്ന സമയത്ത് പയ്യെ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടൊക്കെ വേറെ കുടിച്ചിട്ട് കിടക്കുന്നു. മറ്റേ പണ്ട് നാട്ടിൽ പറഞ്ഞ വൈകുന്നേരം ഒക്കെ മറ്റേ വീട്ടുകാർ പറയലേ വല്ലതും കഴിച്ചിട്ട് കിടക്കടാ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പുള്ളി ബീർ ഇവിടെ സാധനം ഒരുപ്പെടുന്നത് എന്നാ എല്ലാം കുടിച്ചിട്ട് കിടക്കാം. നെവാഡയിലെ ഒരു സുപ്രഭാതമാണ് ഇന്നത്തെ ഫ്രെയിമിന്റെ തുടക്കം അല്ലേ. തുടങ്ങുമ്പോൾ ഇത് നെവാഡ സിമെന്റ്സ്. നിങ്ങൾ ആകാശത്ത് കുറെ വരയും കുറിയും കണ്ടോ? അതിൽ എന്തോ ഒരു തിയറി ഉണ്ടെന്ന് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ലോഡ് ഇറക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് ആകാശത്ത് കണ്ടായിരുന്നല്ലേ. അപ്പം നമ്മള് രാവിലെ വന്നപ്പം ആകാശം തെളിഞ്ഞായിരുന്നിരുന്നേ. അപ്പൊ നമ്മളിവിടെ ഡെലിവറിക്ക് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ തലങ്ങും വിലങ്ങുമായിട്ട് ഈ കുറെ പ്ലെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജെറ്റ് അങ്ങനത്തെ. അതായത് സാധാരണ നമ്മൾ പോകുമ്പോൾ ജെറ്റ് അല്ല മറ്റേ ട്രാവൽ ചെയ്യുന്ന പ്ലെയിൻ പോയാലും വല്ല അതിന്റെ എന്തോ ഒരു ഇതുണ്ടല്ലോ, പുക പോലെ നമുക്ക് തോന്നിക്കും. പക്ഷെ അത് പുകയല്ല. പക്ഷെ അതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരുപാട് ലൈനുകൾ സാധാരണ അത്രേ നമ്മൾ കാണാറുള്ളത്. അപ്പൊ അതൊരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇങ്ങനെ നമ്മളിത് ആകാശത്ത് കാണുന്നുണ്ട്. രാവിലെ നോക്കും എന്തോ വിതറുന്നതാണെന്നും പറഞ്ഞാലേ. അപ്പം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അവിടെയൊക്കെ ഉണ്ടല്ലോ ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് മോഷണം നടന്ന കേസിനെ കുറിച്ച് പറയുമായിരുന്നേ. മോഷണം ഇവര് എന്നാ ഇന്ത്യക്കാരുടെ വീട്ടിലാ കൂടുതലും. അല്ല, അതൊരു വലിയ ത്രെറ്റാ. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ കയ്യില് ഒന്നുമില്ലാലും ഗോൾഡ് ഉണ്ടാവും എന്നുള്ള ഒരു സാധനം എല്ലാവർക്കും പൊതുവെ. കാരണം മറ്റുള്ള ഏത് കമ്മ്യൂണിറ്റിനേക്കാളും കൂടുതലേ ഗോൾഡ് ഉണ്ടാവും എന്നുള്ള ഒരു സാധനം ഇവരുടെ എല്ലാം. നമ്മുടെ നാട്ടിൽ ശീലിച്ചേക്കുന്ന പോലെ നമ്മൾ കുറച്ച് ഒരു ക്യാഷ് ആയിട്ട് എപ്പോഴും എല്ലാവരുടെയും കൈ കുറച്ച് ഒരു അത്യാവശ്യത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഒരു ഇതില് വെച്ചേക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ എന്തായാലും ഇലക്ട്രിസിറ്റി പോവോ, എന്തെങ്കിലും നെറ്റിന്റെ എന്തോ ഇത് ബാങ്ക് വർക്ക് ചെയ്യാതെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ക്യാഷ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണല്ലോ എന്നുള്ളൊരു ഇതില്. പിന്നെ ഒരുവിധം എന്നാ ആൾക്കാരുടെ ഈ ക്യാഷ് സൂക്ഷിക്കാന്നൊരു സംഭവം ഉണ്ട് നമ്മുടെ നാട്ടിൽ ശീലിച്ചേക്കുന്ന പോലെ. കാരണം നമ്മുടെ നാട്ടിൽ ശീലിച്ചേക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ നാട്ടിൽ ഇതുപോലെ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പം പിള്ളേരെ ആണെങ്കിലും ഗോൾഡിന്റെ ഓർണമെന്റ്സ് ഇടിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞാൽ 4 പേരുടെ മുമ്പേ ഒരു ഷോ ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആൾക്കാർ ചെയ്യുവേ. അല്ല, അത് ചെയ്യാത്തവരും ഇപ്പൊ നമുക്കാണേലും ഗോൾഡ് ഉള്ളത് നമ്മൾ ഇതുപോലെ
നമ്മൾ കീപ്പ് ചെയ്യൂലോ. അതെ. ഇവിടെ ഇപ്പം ഇടുന്നവരൊക്കെ ആദ്യം കുറച്ച് നാളത്തേക്ക് ഇടുള്ളൂ. അതെ. പിന്നെ അത് കഴിയുമ്പോഴത്തേന് പിന്നെ ആൾക്കാർ പറയും ഇങ്ങനെ ഇടരുതെന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും ഈ സാധനം നമ്മുടെ വീടുകളിൽ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയാം. അപ്പം പിന്നെ ഇവര് നോക്കുന്നത് ചുറ്റുപാടും ഇതൊക്കെ നോക്കി പഠിച്ചിട്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കും ഉമ്മാരും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പുള്ളി പറഞ്ഞതാ, പിന്നെ ഇങ്ങനെ മോഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പം, അപ്പം നമ്മുടെ ഈ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവേയും ഇങ്ങനെ ഫ്രണ്ടിലുള്ള ഏരിയ ഒക്കെ ഉണ്ടല്ലോ, നമ്മളവിടെ ചെറിയ ചെടികളൊക്കെ നട്ടിട്ട് കാണും, ചെറുപ്പ മരങ്ങൾ കാണും. അപ്പോൾ അവിടെയൊക്കെ ഇവർ വന്നിട്ട് ഇങ്ങനെ ഈ മോഷണം നടത്തുന്ന ആൾക്കാർ. അപ്പോൾ അവർ നോക്കുമ്പം ഈ ഫാമിലിയിൽ അത്യാവശ്യം ഇങ്ങനെ ഇവർക്കറിയാലോ, ചുറ്റുപാട് നോക്കിക്കഴിയുമ്പം ഓക്കെ ഇവരുടെ സംതിങ് ഉണ്ടെന്നുള്ളൊരു രീതി വരും. പിന്നെ ഇവരുടെ ജോബ് എന്നാന്നൊക്കെ ഇവർക്ക് നമ്മൾ പോകുന്നതും ഇറങ്ങുന്നതും അങ്ങനെയുള്ള ഇതറിയാൻ വേണ്ടി ഒരു ക്യാമറ, ഇവിടെ ചെറിയ ക്യാമറകൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കും. വന്നിട്ട് ഇവർ ഇങ്ങനെ നമ്മൾ പോകുന്ന ടൈമിങ്ങും ഇതും എല്ലാം കറക്റ്റായിട്ട് പഠിക്കും. ഏതാ നമ്മളവിടെ വരണ പോലും ഇല്ല. എന്നിട്ട് ഇവർ ആ സമയം നോക്കി, നല്ല ആപ്റ്റായിട്ടുള്ള സമയം നോക്കി. ഈ കഴിഞ്ഞ ദിവസം ഒരു മോഷണം നടന്നത് അത് സ്കാനർ വെച്ചിട്ടാണ് നടന്നതെന്ന് അല്ലേ? അതായത് അത് വീട്ടിൽ കയറിയിട്ട് ഇതുപോലെ തന്നെ കുറെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എന്നാ പറയാ, ഈ നമ്മൾ വരുമ്പോ ഇപ്പം കംപ്ലീറ്റ് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ഇവിടെ സെറ്റിലാവുന്ന സംഭവം ആകുമ്പോൾ നമ്മൾ നാട്ടിലുള്ള ഇതൊക്കെ ആയിട്ട് ഇങ്ങ് കൊണ്ടുവരുമല്ലോ. ഇവിടെ ഇങ്ങനെ സ്വർണം വെച്ച് ലോൺ എടുക്കുന്ന പരിപാടിയോ അങ്ങനെയുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അതിലും നമ്മളത് കീപ്പ് ചെയ്യൂല. കാരണം നമ്മുടെ ഒരു ഇതിൽ നമ്മൾ കളയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിലാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പം ഇവര് നോക്കുമ്പം പിന്നെ ചുറ്റുപാട് പഠിക്കുന്നുണ്ടാവും അത്യാവശ്യം. കാരണം സാമ്പത്തിക ഇത് നോക്കൂല്ലോ. പിന്നെ അവർ ജോബിന് പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്നുള്ള സംഭവമൊക്കെ നോക്കിയിട്ട് ഇവര് പഠിച്ചിട്ട് ഇവര് ക്യാമറ എല്ലാ വീടുകളിലെല്ലാം ഫ്രണ്ടിലുണ്ട്, ഇതിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല, കേസല്ല. ഇവര് കൂളായിട്ട് ഒരു 1 hour മാക്സിമം പോയാൽ 1 hour പണിയേ ഉള്ളൂ. ഇവര് വന്ന് ഇവരുടെ തന്നെ അത് സ്കാനർ പോലെയുള്ള ഈ ഇതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുന്ന കൂടി സാധനങ്ങൾ ഇവരുടെ ഇതുണ്ട്. അത് വെച്ച് സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് ഇവര് പണവും സ്വർണ്ണങ്ങളും എല്ലാം ആഭരണങ്ങളും എല്ലാം. അപ്പം ഇവിടെ ഉള്ളവരെല്ലാം ഇപ്പം ചിലർ നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിൽ പോലും സാധനങ്ങളൊക്കെ പലയിടത്ത്, ഇപ്പം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഈ പൈസ ആണെങ്കിലും ഒരു പെട്ടിയെ വെക്കാതെ പല പെട്ടികളിൽ പല മുറികളിൽ വെക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ ഒരു മോഷണം നടത്തിയ ഒരാൾ കൊണ്ടുപോകുമ്പോൾ മെയിൻ ആയിട്ടുള്ള പെട്ടിക്ക് ഇരിക്കുന്നിടത്താണല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ വെച്ചാൽ പോലും അത് ഒരു സ്കാനർ വെച്ചിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. ഏറ്റവും പ്രശ്നം ഇവിടുത്തെ ഈ പോലീസ് അത്ര ശക്തമല്ലാത്തതൊരു. പിന്നെ കള്ളനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത്യാവശ്യം ഇങ്ങനത്തെ മോഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നാട്ടിലിപ്പോ നമ്മളിപ്പോ ഒരു തൂമ്പ എടുത്തോണ്ട് പോയി കൂട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനം എടുത്ത് നാട്ടുകാർ കണ്ടു, അല്ലെങ്കിൽ പോലീസ് കണ്ടു. കിട്ടുമ്പോ ആദ്യത്തെ കിട്ടുന്ന സമയത്ത് ഇവൻ എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല ഇടി കിട്ടും. ഇടി കൊടുത്തിട്ടേ ഇടി കിട്ടും, എന്തായാലും കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇവിടെ പോലീസുകാർ പറയുന്നത് അവരെ പിടിക്കരുത്, തുടരുത്, ഹ്യൂമൻ റൈറ്റ്സ് വലുതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനാണ് പ്രധാനം എന്ന് പറയും. നിങ്ങൾക്ക് ഒന്നും പറ്റില്ലല്ലോ, പോലും പോയാ പോട്ടെ. അപ്പൊ അങ്ങനെ വരുന്ന കള്ളന്മാരൊക്കെ ഇവിടെ വന്നാൽ ഹൈടെക് ആവും. അമ്മമാര് നോക്കുമ്പോ നാട്ടിലെ പോലെ ഒന്നും അല്ല, ഇത് സേഫ് ജോലിയാ. ഇപ്പൊ ഒരു വീട്ടിൽ കയറി അത്യാവശ്യം സ്വർണവും പിന്നെ പൈസയും 30,000 20,000 രൂപയുടെ പൈസയും ഇതെല്ലാം കൂടെ കിട്ടി, പണം എല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ നോക്കുമ്പോ ഒരു മാസം നമ്മൾക്ക് നമ്മൾക്ക് 30,000 എന്ന് പറഞ്ഞാൽ 1/2 വർഷം വർക്ക് ചെയ്യണം. ഡോളർ ആകും. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണല്ലോ ഇങ്ങോട്ട് എത്തിപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന മോഷ്ടാക്കൾ നോക്കുമ്പോ ഇവിടെ സുഖാ, പോലീസ് ഓടിച്ചിട്ട് പിടിക്കുകയല്ല. അവരുടെ നാട്ടിലെ റിസ്ക് ഒന്നുമില്ല. അവര് നോക്കുമ്പോ ഒരു മാസത്തെ അല്ലെ ഇപ്പം വലിയ മറ്റേ ഇതിനോട് ആക്രാന്തം ഇല്ലാത്തൊരു നല്ല കളറാണെങ്കിൽ, ഒരു ചെറിയ കളറാണെങ്കിൽ പോലും ഇവിടെ ഇത് വലിയ കുഴപ്പമില്ല, നല്ല സ്കോപ്പ്. 6 മാസത്തിൽ ഒരിക്കലും ഒരു മോഷണം നടത്തിയാൽ മതി. നല്ലതായിട്ടുള്ളൊരു മോഷണം, ഒരു മോഷണം നടത്തിയാൽ മതി. അതിന് ലാവിഷായിട്ട് 6 മാസം സുഖമായിട്ട് ജീവിക്കാം. അപ്പം ബാക്കിയുള്ളവർ നോക്കുമ്പോൾ 6 മാസം ബാക്കിയുള്ള ഇപ്പം നമ്മളിപ്പം ഈ 30,000 എന്ന് പറഞ്ഞാൽ 6 മാസം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കും. അപ്പൊ അവര് നോക്കുമ്പം ശരിയാണ്, അവര് മോഷണം നടത്തുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് പറയുന്ന പോലെയാ. ഈ തീർത്തും പാവപ്പെട്ടവരുടെ കയ്യിൽ ഇവര് മോഷ്ടിക്കുന്നു. അത്യാവശ്യം സാമ്പത്തിക ഭദ്രത വന്ന ഒരാളോ ഈ ക്യാഷ് ഒക്കെ ആയിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്നു. പക്ഷെ ഇത് കാനഡയിലെ കേസാട്ടോ, അമേരിക്കയിൽ ഇതൊന്നും അല്ലല്ലോ. അമേരിക്ക കാരണം ഓരോരുത്തരും അവന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആംസ് ഉണ്ട്. തന്നെയല്ല പോലീസ് പിടിച്ചാലും ഒരു നിസാര കാര്യത്തിനാണെങ്കിൽ പോലും നല്ല ശിക്ഷയുണ്ട്. അത് കാരണം ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷെ നമ്മുടെ കാനഡയുടെ കേസാണ് ഈ പോലീസിന്റെ മൃദുവായിട്ടുള്ള സമീപനം. അതും വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകും. വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നത് നമുക്ക് ക്യാമറയിൽ കാണാം. പിന്നെ അപ്പം
ഈ പല വാഹനങ്ങൾക്കും എന്താ പറയാ അതിന്റെ ഇത് പോകുന്ന GPS ഇതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുന്നുമുണ്ട്. ഏതാ ഈ പല ആൾക്കാരുടെ വാഹനങ്ങൾ പോയി കഴിയുമ്പം പോലീസിനെ വിളിച്ചത് ഇന്ന ഭാഗത്തോണ്ട് ഇന്നോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാൽ പോലും അത് അവര് മൈൻഡ് ചെയ്യല. പോലീസുകാർ പിന്നെ വന്നിട്ട് അതിന്റെ ബാക്കി ഇൻഷുറൻസ് നിന്ന് എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിലാണ്. നിങ്ങളെ ഇൻഷുറൻസ് ഇന്നാള് കണ്ടില്ലായിരുന്നു മറ്റേ നമ്മുടെ ഒന്നാറില് വാണിംഗ് ചെയ്ത് എല്ലാവരോടും, അതായത് കള്ളന്മാരെ ആക്രമിക്കാൻ സാധ്യത ഉണ്ട്, അപ്പൊ മനുഷ്യർക്ക് അപകടമൊന്നും പറ്റരുത്, അതുകൊണ്ട് നിങ്ങൾ കാറിന്റെ കീ എല്ലാം ഡോറിന്റെ സൈഡിൽ തന്നെ വെക്കണം, എൻട്രൻസിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു പോലീസ് അങ്ങനെ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണമെങ്കിൽ എന്ത് സെക്യൂരിറ്റി ഉള്ളത് ജനങ്ങൾ. പിന്നെ വേറെ സംഭവമുണ്ട്, ഇങ്ങനെ പോകുന്നവരെ നമ്മളിവിടെ പിന്നെ അവര് വല്ലപ്പോഴും ഇങ്ങനെ കേൾക്കാം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പിടിച്ചു എന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എന്നാ ആ ഒരു വാർത്തകൾ പിന്നെ വരുന്നില്ല, ഇവർക്ക് ശിക്ഷ കിട്ടിയോ. അപ്പൊ കുറെ നാൾ കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവര് പിന്നെയും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ ഏതാ പരോളില്. ഇപ്പം ഇന്നാള് തന്നെ ഇവിടെ ഇല്ലേ നമ്മുടെ ഇവിടെ നിന്ന് കണ്ട് സ്വർണം കൊണ്ടുപോയില്ലായിരുന്നു എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിൽ നിന്ന്. ഏതാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ചുമ്മാ കൂളായിട്ടൊരു ട്രക്ക് കൊണ്ടുവന്നിട്ട് ബാക്കിപ്പെട്ട് സാധനം അത് പാലറ്റ് കണക്കിനുള്ള സാധനം ഒരു കണ്ടെയ്നർ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് കൂളായിട്ട് കൊണ്ടുപോയി. അപ്പൊ അത് കൊണ്ടുപോയ പോലെ പിടിച്ചെന്ന ഇവരോ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇത് പലരും പരോൾ ഇറങ്ങി പബ്ലിക്കില് കണ്ടവരായിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ ആള് ഇതേ പബ്ലിക്കിലൂടെ നടക്കുന്നു. അപ്പൊ അവർക്കുള്ള ശിക്ഷ ഇപ്പം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നാലേ ആൾക്കാർക്ക് പേടി വരും. ഇതിപ്പോ നോക്കുമ്പം ഇതൊന്നും കുഴപ്പമില്ല, അവരെ പിടിക്കുകയല്ല. ഇപ്പം ഞാൻ പറയില്ല, വേറെ രാജ്യത്ത് നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വിഷയമല്ല. അതെ, ഇനിയിപ്പോ 6 മാസം ജയിലിൽ പോയാലോ ഒരു ഗൾഫിൽ പോണ പോലെയുള്ള 6 മാസം കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി, ഫാമിലി സെക്യൂർ ആയല്ലോ. അതെ. പിന്നെ ഇതിനകത്ത് കുറെ പേര് എന്താ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ ഈ മോഷണം നടക്കുന്നു ഇന്ന ഏരിയ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഭാഗത്ത് പണ്ട് ഒരു വീടിന്റെ പുറത്ത് അതിങ്ങനെ ട്രക്സ് ഒക്കെ അടിച്ച് കയറുക ആരുടെ വീട്ടിലിങ്ങനെ ബാക്ക് യാർഡിൽ കൂടെ കയറുക എന്തോ ചെയ്തു. അപ്പൊ ഇത് എന്നാ വെച്ചാൽ അന്നേരം മറ്റേ ഇതില്ലേ നമ്മുടെ ഈ സെക്യൂരിറ്റി സിസ്റ്റം വെക്കുന്ന ക്യാമറ സിസ്റ്റം ഒക്കെ വെക്കുന്ന കമ്പനീസ് ഉണ്ടല്ലോ ചെറിയ അവരെല്ലാം പിന്നെ ഇത് ആക്റ്റീവ് ആവും. ഏതാ കള്ളം കയറുന്നു. അപ്പം ആൾക്കാരെല്ലാം ചിന്തിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ ഇച്ചിരി നമുക്കൊരു സേഫ്റ്റി ആവും. അതിനകത്തെല്ലാം ഒരു കച്ചവടം കൂടെ അത് അവരുടെ കച്ചവടം നടത്തേണ്ട ആവശ്യകത അല്ല, അവരന്നേരത്തെ ഇത് ബൂസ്റ്റ് ചെയ്യുക. അന്നേരം ഇതാ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇതെല്ലായിടത്തും കയറി വന്നാൽ ഈ മോണിറ്റർ സിസ്റ്റം സെയിലില് ഇപ്പം 2 ക്യാമറ എടുക്കുമ്പോൾ 1 ക്യാമറ ഫ്രീ, മറ്റേ കംപ്ലീറ്റ് സെക്യൂരിറ്റി സിസ്റ്റം, മറ്റേ അലാമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഒരു ഇതും കൂടെ. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം പറ്റി ചെയ്താൽ പോലും ഈ മോഷണം നടക്കുന്ന വീടുകളിൽ ഇതെല്ലാം ഉള്ളതാ, സാധനം പോകാനുള്ള പോവും. അല്ല, ഈ മോഷ്ടിക്കുന്ന വീടുകളിൽ ഈ പറയുന്ന എല്ലാ സെക്യൂരിറ്റീസും ഉള്ളതാ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള വീട്ടിൽ മോഷണം നടന്നാൽ അതിന് അവര് ഇൻഷുറൻസ് കൊടുക്കണം. ഏത് പോകാനുള്ള അതെ, അങ്ങനെ എന്തെങ്കിലും വേണം. ഇപ്പൊ ആ ഒരു കാലഘട്ടങ്ങളിലേക്ക് 10, 4, 6,000, 7,000 മുടക്കി എല്ലാരും സെക്യൂരിറ്റി സിസ്റ്റം സേഫ് ആയല്ലോ. ഇപ്പൊ കള്ളന്മാർക്ക് ഇതുപോലെ വിഷയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പണി അറിയാവുന്നവന് ഇതൊന്നും ഒരു വിഷയമുള്ള കേസല്ലെന്ന്. അതാണ് സത്യം. Said I made up my mind this time.